കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ലൊരു കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പവും പുട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാനുള്ള അടിപൊളി ടേസ്റ്റിൽ ഒരു വെള്ളക്കടലക്കറിയാണ്. കുറുകിയ ഗ്രേവിയിൽ സൂപ്പർ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഈ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ട് എല്ലാവരുടെയും അഭിപ്രായം പറയണം. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യാനും കൂടി മറക്കണ്ട കേട്ടോ. കൂടെ ഹൈപ്പും കൂടി ചെയ്തേക്കണേ. ഇനി നമുക്ക് കറി തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് വെള്ളക്കടല തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. കുതിർന്നതിന് ശേഷം നമുക്ക് പെട്ടെന്ന് വേവിക്കാം. ഈ കടല വളരെയധികം പോഷക ഗുണങ്ങളുള്ളതാണ് കേട്ടോ. പ്രോട്ടീൻ, ഫൈബർ, വിറ്റാമിനുകളും ധാതുക്കളൊക്കെ വളരെയധികം ഉണ്ട്. ഇത് ഹൃദയത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും ശരീരഭാരം കുറയ്ക്കാനും ദഹനത്തിനൊക്കെ എളുപ്പമാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്കിത് ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി കഴിക്കാം കേട്ടോ. അത് വെള്ളത്തിലിട്ട് കുതിർത്ത് കഴുകി വൃത്തിയാക്കി കുക്കറിലിട്ട് വേവിക്കാനായിട്ട് വയ്ക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഒരു നുള്ള് വലിയ ജീരകം, ഒരു ബേ ലീഫ്, 2 ഏലക്കായും, ഒരു കുഞ്ഞു കഷ്ണം പട്ടയും 2 ഗ്രാമ്പും കൂടി ഇട്ടിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കണം. സ്പൈസസിൻ്റെ ഫ്ലേവർ കറിയിലേക്ക് വരുമ്പം സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ. നമ്മളതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതൊന്ന് വഴറ്റി ഒന്ന് മൂത്ത് എണ്ണയിലേക്ക് ഒന്ന് പിടിച്ചിട്ട് വരുമ്പോൾ നമുക്ക് ചെറിയ പീസുകളാക്കി വെച്ചിട്ടുള്ള ഒരു സവോള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയുള്ളി ചെയ്താലും സൂപ്പറാണ്. നമുക്ക് എളുപ്പം ഒരു സവോളയൊക്കെ കട്ട് ചെയ്തെടുക്കുന്നതല്ലേ. ഇനി നമുക്ക് പച്ചമുളക് ഒന്ന് കീറിയിട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ജസ്റ്റ് ഒന്ന് ചതച്ചതിന് ശേഷം അതും കൂടി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി നമ്മൾ കടല വേവിക്കുമ്പോഴും ഇട്ടിട്ടുണ്ട്. ഗ്യാസിൻ്റെ ഒക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ പോകട്ടെ, അല്പം വേണമെങ്കിൽ അധികം ചേർക്കാം കേട്ടോ. ഈ സമയം നമുക്ക് 1-2 പഴുത്ത തക്കാളി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് വെള്ളമൊന്നും ചേർക്കാതെ ഒന്ന് അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കാം. നൈസായിട്ട് കട്ട് ചെയ്ത് വഴറ്റിയും ചെയ്യാം. പക്ഷേ ഇങ്ങനെ ആകുമ്പോൾ ഗ്രേവിക്ക് നല്ലൊരു കുറുകൽ കിട്ടും. അപ്പോൾ ഒരു രുചിയല്ലേ. ഇത് ഉള്ളി നന്നായിട്ട് ബ്രൗൺ കളറായിട്ട് മൂത്തതിന് ശേഷം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി അതിൽ വെള്ളത്തിൻ്റെ മയമൊക്കെ ഒന്ന് മാറി എല്ലാം കൂടി ഒന്ന് കുറുകി വരട്ടെ. ഈ സമയം നമുക്ക് ആവശ്യത്തിന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും അല്പം മല്ലിപ്പൊടിയും പിന്നെ ചിക്കൻ കറിയുടെ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ മസാലയും കൂടി ചേർത്തേക്കണം കേട്ടോ. അതും കൂടി ചേർത്ത് നമുക്ക് ഒന്ന് കരിയാതെ ഇതൊന്ന് വഴറ്റിയെടുക്കണം. എല്ലാം തക്കാളിയിലെ ഉള്ളിയിലേക്കൊക്കെ വഴറ്റിയതിലേക്ക് മസാലയൊക്കെ നന്നായിട്ടൊന്ന് ചേർന്ന് വരട്ടെ. അപ്പോഴത്തേക്കും നമ്മൾ നേരത്തെ ചേർത്ത് വെച്ചിട്ടുള്ള സ്പൈസസും കൂടി ഇതിലേക്ക് പിടിക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറായിരിക്കും കേട്ടോ. പൊടികളൊക്കെ ചേർക്കുമ്പോൾ നമുക്ക് സിമ്മിലിട്ടിട്ട് വേണം ചെയ്യാൻ. പൊടിയൊന്നും കരിയരുത് കേട്ടോ. നന്നായിട്ടൊന്ന് വഴറ്റി വരട്ടെ. ഞാൻ ഒരല്പം കൂടി ചിക്കൻ മസാല ഇതിലേക്ക് ചേർത്തതാണ് കേട്ടോ. വഴറ്റിയപ്പോൾ എനിക്ക് ഫ്ലേവർ അത്ര പോരാ തോന്നിയിട്ടുണ്ട്. അതൊക്കെ അവരവരെ ഇഷ്ടം പോലെ ചെയ്യാം. ഇതിൻ്റെ മെഷർമെൻറ്റൊക്കെ വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു. കറിയുടെ അളവിനനുസരിച്ചല്ലേ നമ്മൾ ഈ പൊടികളൊക്കെ ചേർക്കുന്നത്. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നേരത്തെ ചേർത്താലും നല്ലതാണ്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തിളച്ചിട്ട് ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് വരട്ടെ. എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് ഈ കറി ഒന്ന് കുറുകി ഒന്ന് വരണം കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ചട്ടിയിലൊക്കെ വെക്കാം. ഞാനിങ്ങനെ പാനിൽ നന്നായിട്ടൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. പരന്ന പാനിൽ കേട്ടോ. ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഈ സമയം നമ്മൾ കടല വേവിക്കാൻ വെച്ചത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. വെന്ത കടല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ കറുത്ത കടലയെക്കാട്ടിയും വെള്ളക്കടല പെട്ടെന്ന് വേവും. തോലൊക്കെ നല്ല സോഫ്റ്റായിട്ട് വരും. ഉടച്ച് തന്നെ കഴിക്കാൻ എളുപ്പമാണ് കേട്ടോ. ഈ കറി ഒന്ന് കുറുകി വരാൻ ഇതിലേക്ക് ഒരു കുഞ്ഞ് കപ്പ് കടല എടുത്തിട്ട് അത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം. നമ്മളിതിലേക്ക് തേങ്ങയൊന്നും വറുത്തങ്ങ് കൂടുതലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ അരച്ച കടല ഇതിലേക്ക് ചേർത്താൽ നല്ലൊരു സ്വാദാണ്. കറി കുറുകാനും ടേസ്റ്റ് കൂടാനും ഇത് സൂപ്പറാണ് കേട്ടോ. നന്നായിട്ടൊന്ന് തിളച്ച് ഇനി മസാലയുടെ പൊടികളുടെയൊക്കെ കുത്തൊക്കെ ഒന്ന് മാറി വരാൻ കറി ഒന്ന് തിളയ്ക്കുമ്പോൾ വേണമെങ്കിൽ ഒരു 1/2 കപ്പ് അവരവരെ ഇഷ്ടം പോലെ കയ്യിലുള്ള തേങ്ങാപ്പാൽ ഒരല്പം ഒഴിച്ചു കൊടുക്കാം. ഓപ്ഷണലാണ്. ഇതേപോലെ തന്നെ വെച്ചാലും മതി. ഒരല്പം തേങ്ങാപ്പാലും കൂടി ഇതിലേക്ക് ഒഴിച്ച് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഒന്ന് കുറുക്കിയെടുത്താൽ വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് കേട്ടോ. ഒന്ന് തണുത്താൽ ഒന്ന് കുറുകും. ഇതൊക്കെ അവരവരെ ഇഷ്ടം പോലെ ചെയ്യാം. എല്ലാവരുടെ അഭിപ്രായം പറയൂ.